ഈ നാട്ടിൽ ക്രമസമാധാന ചുമതല കൈകാര്യം ചെയ്യാനായി ഒരു ആഭ്യന്തര വകുപ്പുണ്ട്. ഈ ആഭ്യന്തര വകുപ്പിന് മിടുക്കനായ ഒരു മേധാവിയും മിടുമിടുക്കനായ ഒരു ആഭ്യന്തര മന്ത്രിയും ഉണ്ട്. ഈ ഊച്ചാളികളുടെ പിത്തലാട്ടം കണ്ട് പോലീസുകാരെന്തിനാണ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ എന്തിനാണ് കാക്കി കുപ്പായവും തൊപ്പിയും ശമ്പളവും കൊടുത്ത് 10-65,000 പോലീസുകാരെ ചുമക്കുന്നത് കേരളത്തിന്റെ പൊതുഖജനാവ്? രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവും ഇല്ലാത്ത ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരെ ചട്ടം പഠിപ്പിക്കാനോ? ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ IPCയും CRPCയും BNSഉം ലോക്കപ്പും കയ്യാമവും റിമാൻഡും അറസ്റ്റും ജീവപര്യന്തവും തൂക്കുമരവും ഒക്കെ? ഈ നേതാക്കന്മാർക്ക് അതൊന്നും ബാധകമല്ലേ? കോന്നി MLA ജിനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിൽ നടത്തിയ കൊലവിളി പ്രസംഗം ജഡ്ജിമാരും കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്താ അയാൾക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിടാത്തത്? ഏറ്റവും വലിയ തമാശ, ഫോറസ്റ്റ് ഓഫീസിൽ അതിക്രമിച്ചു കയറി അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തവന്റെ പേരിൽ പരാതി കൊടുത്തിട്ട് മണിക്കൂറുകളോളം ഒരു ചുക്കും ചെയ്തില്ല പോലീസ് എന്നുള്ളതാണ്. ഒടുവിൽ MLA ഏമാനും നോവാത്ത വകുപ്പുകളിട്ട് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രം. ആരെയൊക്കെയോ തടവിൽ വെച്ച് മർദ്ദിച്ചു പോലും. വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മൃഗങ്ങൾ ചത്തതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചവരെയാണ് തടവിൽ വെച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നത്.